അതൊക്കെ നമുക്ക് ഞാൻ അതുകൊണ്ട് പറഞ്ഞു കഴിയുമ്പം നിങ്ങൾക്ക് പിന്നെ കോടികൾ കൊയ്യാനുള്ള നിങ്ങൾക്കെന്നല്ല ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഒരു ഇത് ജനങ്ങളുടെ ഇപ്പൊ നമ്മൾ ചർച്ച ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും. എയിംസ് ഉണ്ടാവും, പുലിക്കളി ഉണ്ടാവും, ESI എയിംസ് ഉണ്ടാവും, ലേബറേഴ്സിന്റെ എയിംസ് ഉണ്ടാവും. സർ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഗോപാലകൃഷ്ണൻ ചോദിച്ചു, രാഷ്ട്രീയക്കാരനായിട്ടാ ചോദിച്ചത്. കേരള ബഡ്ജറ്റ് വന്നു, തൃശ്ശൂരിന് എന്ത് തന്നു, കാസർഗോഡിന് എന്ത് തന്നു? ഉണ്ടായിരുന്നോ? ഇനി ഈ പറയുന്ന വന്ദേ ഭാരത് ഏത് ബഡ്ജറ്റിലാ പറഞ്ഞത്? ഏത് ബഡ്ജറ്റിൽ പറഞ്ഞു? റെയിൽവേക്ക് സംക്ഷിപ്തമായി ഇത്ര, അത് ഇന്ത്യൻ റെയിൽവേക്കാണ്. അതിൽ നിന്നാണ് ഡിമാൻഡ്സ് ഫോർ ഗ്രാന്റ്സ്, അങ്ങനെ ഒരു എക്സസൈസ് ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന റെയിൽവേയുടെ നിക്ഷേപങ്ങൾ. ഇനി ഈ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പറഞ്ഞ നമ്മുടെ 3 വരിയും 4 വരിയും പാത കൺവേർഷൻ എന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പറഞ്ഞില്ല. തേങ്ങയെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ 2021 1 കോടി കുറ്റിയാടി തെങ്ങ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു MP എന്ന നിലയ്ക്ക് കേരളം മുഴുവൻ 14 ജില്ലയിലും പോയി തെങ്ങ് വെച്ച് പിടിപ്പിച്ചതുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കും. ഇന്ന് നമുക്ക് 1 കോടിയുടെ സ്ഥാനത്ത്, ഞാൻ അങ്ങനെയാ പ്രതീക്ഷിച്ചത്, 1 കോടിയുടെ സ്ഥാനത്ത് 5 കോടി തെങ്ങുണ്ടെങ്കിൽ നമുക്കിന്ന് ഏതാണ്ട് 1500 കോടിയുടെ ടാക്സ് ഇല്ലാത്ത, GST ഇല്ലാത്ത വരുമാനമാണ് കേരളത്തിന് ഉണ്ടാകുമായിരുന്നു. 9ാം വർഷം നമുക്ക് പൂർണ്ണ വിളവെടുപ്പാണ് കുറ്റ്യാടി തെങ്ങിന്. ഇതിനുള്ള പദ്ധതിയാണ്. നമുക്ക് ഒരു ചെലവും ഇല്ലാത്ത കാര്യമാണ്. എല്ലാ വീടുകളും 1ഓ 2ഓ തെങ്ങ് വെക്കാമെന്ന് തീരുമാനിച്ചാൽ മതി. ഇനി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കും, കേരളത്തിൽ ഇപ്പോഴും തെങ്ങ് മുറിക്കാൻ നിൽക്കുന്ന കർഷകരാണല്ലോ. തമിഴ്നാട്ടിൽ ചെന്ന് നോക്ക്, പന ഇല്ലാതാവുന്നതിന്റെ അപകടാവസ്ഥ മനസ്സിലാക്കി സ്റ്റാലിൻ മന്ത്രിസഭ പന കശാപ്പ് നിരോധിച്ചിരിക്കുകയാണ്. പന മുറിക്കാൻ പറ്റത്തില്ല അവിടെ, പന വളർത്താനാണ് പറഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് പനനാടെന്നൊന്നും അല്ല പേര്. കേരളം അങ്ങനെയല്ല, കേരളത്തിന്റെ നാടാണ്. കേരളത്തിന് അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധിച്ചു. അതൊരു സൂചനയായിട്ടെങ്കിലും എടുത്തുകൂടായിരുന്നു. 2021 3 കോടി അല്ലെങ്കിൽ 3.25 കോടി പൗരന്റെ എണ്ണം വെച്ച് തന്നെ നിങ്ങൾ വെച്ച് നോക്കും. 3.25 കോടി തെങ്ങ് വെച്ചിരുന്നെങ്കിൽ ഒരു ഒഴിക്ക് 20 തേങ്ങ, അങ്ങനെ 6 ഒഴിയോളം കിട്ടും നമുക്കൊരു വർഷം. ഒരൊഴി മിസ്സാവും, കന്നിക്കൂരി എന്ന് പറഞ്ഞു അല്ലെ. കന്നിമാസത്തിലെ ഒഴി നമുക്ക് കിട്ടത്തില്ല, വളരെ ശോഷിച്ചതായിരുന്നു. ബാക്കി 6 ഒഴി എന്ന് പറയുമ്പോൾ 120 തേങ്ങക്ക് മിനിമമാണ് ഞാൻ പറയുന്നത്. ഇന്ന് 30 40 50 പറയുന്ന കേരളത്തിന്റെ മണ്ണിൽ വിളയുന്ന തേങ്ങയുടെ ഉൾക്കരുത്ത് ലോകത്ത് വേറെ എവിടെയുമില്ല. ഇത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. മറ്റൊരു സംസ്ഥാനത്തിനെയും ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ കൊപ്ര കേണൽ അല്ലെങ്കിൽ കോക്കനട്ട് കേണലിന്റെ മസിൽ, അതിന്റെ ഫൈബർ, അതിന്റെ omega-3 omega-6 ക്വാളിറ്റീസ് മറ്റ് ഒരു സംസ്ഥാനത്തിലും വിളയുന്ന കാണും. ഗോവയിൽ കാണും, മഹാരാഷ്ട്രയുടെ വടക്കൻ മേഖല അവിടെ കാണും, കടലോരങ്ങൾ. ഇങ്ങനെ വളരെ അപൂർവങ്ങളായ പ്രദേശങ്ങളുടെ മണ്ണ് മാത്രമാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോ അന്താരാഷ്ട്ര വിപണിയിലേക്ക് ആരോഗ്യ കാരണങ്ങളാൽ ഒരു കാലത്ത് പുറന്തള്ളപ്പെട്ടിരുന്ന തേങ്ങയുടെ മൂല്യം എന്താണെന്ന് നരേന്ദ്രമോദിക്കും നിർമ്മലാ സീതാരാമനും മനസ്സിലായി. അവരുടെ അറിവിന്റെ ശേഖരണം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൊണ്ട് ഞങ്ങൾക്കും മനസ്സിലായി. കേരളത്തിലെ ജനങ്ങൾക്ക് അതിനി മനസ്സിലാവും. പക്ഷെ ഇവിടുത്തെ പിന്തിരിപ്പൻ രാഷ്ട്രീയ നയങ്ങൾ ഞങ്ങളത് മനസ്സിലാക്കില്ല എന്ന് നിശ്ചയിച്ചാൽ ഈ മണ്ണിനെ നിയന്ത്രിക്കാൻ അവർക്ക് അവകാശമില്ല എന്നാണ് എന്റെ പക്ഷം.
അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പുറത്തേക്ക് എയിംസ് കേരളത്തിന് ആവശ്യമുള്ളതല്ലേ? അതൊരു ചർച്ച തുടങ്ങി വെച്ച അങ്ങനെ അല്ല. ആണോ? അപ്പൊ അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്കാണ്. അത് വരുമ്പോ അതിന്റെ മഹത്വം എനിക്ക് മാത്രമാണ്. പ്രഖ്യാപിക്കും. എയിംസ് വരും. അല്ല, അത് ജനങ്ങൾ പ്രഖ്യാപിച്ചു. വരാതെ എവിടെ പോവാൻ? പക്ഷെ ഞാൻ പറഞ്ഞ വാചകങ്ങൾ നിങ്ങൾ വക്രീകരിക്കുന്ന എന്തിനാ? ഇല്ല, വന്നിരിക്കും. എന്നെ അടുത്ത തവണ ജയിപ്പിക്കാൻ മറ്റ് അനേകം എയിംസും മെട്രോയുമല്ല. പക്ഷെ അവിടെയും ഞാൻ പറഞ്ഞില്ലേ, എയിംസിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഞാൻ വരില്ല. എയിംസും ഇപ്പോ RRTS ആരാ ആദ്യം ഇവിടെ ഉച്ചരിച്ചത്? അതിനു മുമ്പ് ആ വാക്ക് കേട്ടോ? മുഖ്യമന്ത്രിയുടെ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്ട്രിയും പവർ മിനിസ്ട്രിയും കൂടി ഇരിക്കുന്ന മനോഹർ ലാൽ ഖട്ടർ നയിച്ച കേരളത്തിൽ 2024 ഡിസംബർ 20-നോ 21-നോ നടന്ന കോൺക്ലേവിൽ ആദ്യമായിട്ട് ആ വാക്ക് ഉച്ചരിക്കുന്നത് മനോഹർലാൽ ഖട്ടറാണ്. ഞാൻ ചാലക്കുടി വരെ, അങ്കമാലി വരെ RRT ഇത് മെട്രോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹമാണ് പറഞ്ഞത് അങ്കമാലി വരെ സാധ്യമാകും. പക്ഷെ അതിനുശേഷം ഇൻഫ്രാസ്ട്രക്ചർ, അവൈലബിലിറ്റി ഓഫ് ലാൻഡ്, സ്പീഡ് ഓഫ് ട്രാൻസ്മിഷൻ, ട്രാൻസാക്ഷൻ, ഇത് നോക്കുമ്പോൾ metro is not feasible. You can convert it into RRTS if the state will give land. ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയട്ടെ, അതിൽ നിന്ന് ക്ലൂ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ RRTS ഇപ്പോൾ മുന്നോട്ട് എഴുന്നള്ളിക്കുന്നതെന്ന് അദ്ദേഹം പറയട്ടെ. ഇനി സ്വർഗീയനായ ആനന്ദ് സാഹിബ് തുടങ്ങി വെച്ചതല്ലേ പൊന്നാനി ലൈൻ? അതിപ്പോ പൊന്നാനി വേണമെന്നല്ല പറയുന്നത്. നിങ്ങളൊക്കെ കണ്ട്, ഞാനും ഈ കേരളത്തിന്റെ മാപ്പ് എടുത്ത് വെച്ച് ഞാനും അശ്വിനി വൈഷ്ണവ് ജിയും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന മെറ്റീരിയലിൽ ആ ലൈനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ഡിസ്കഷന്റെ കൃത്യം 1 മാസം തികയുന്നതിന് അടുത്ത ദിവസം അദ്ദേഹം ഇതുവരെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന പൊന്നാനി ലൈൻ, ഗുരുവായൂർ പൊന്നാനി ഡീഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, എനിക്ക് രാഷ്ട്രീയത്തിൽ പരിജ്ഞാനക്കുറവാണ്, നിങ്ങൾക്ക് നല്ല രാഷ്ട്രീയ പരിചയമുണ്ട്, അന്തരീക്ഷ പരിചയം. എന്താണ് അത് സൂചിപ്പിക്കുന്നത്? ഫ്രീസ് ചെയ്ത് വെച്ച ഒരു പ്രോജക്റ്റ് ആനന്ദ് സാഹിബിന് ഡീഫ്രീസ് ചെയ്യാൻ സാധിച്ചില്ല. അത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത്? വികസനമല്ലേ? അതെന്നെ തൃശ്ശൂർ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തേജകമല്ലേ? അതോ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? എന്തൊക്കെ കാരണങ്ങളെ കൊണ്ടേ ഇയാളെ ജയിപ്പിക്കാവൂ? അങ്ങനെ വല്ലതും? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.